കാർഷിക വാർത്തകൾ. വെളിച്ചെണ്ണ വിലയിൽ ഇടിവ്. കൊച്ചിയിൽ വെളിച്ചെണ്ണ ക്വിന്റലിന് 100 രൂപയും തമിഴ്നാട്ടിൽ 200 രൂപയും ഇടിഞ്ഞു. സ്റ്റോക്കുള്ള എണ്ണ വിറ്റുമാറാൻ മില്ലുകാർ കാണിച്ച തിടുക്കം വിലയെ പ്രതികൂലമായി ബാധിച്ചു. ഏലക്ക സംഭരിക്കാൻ ആഭ്യന്തര ഇടപാടുകാർ ലേലത്തിൽ മത്സരിച്ചു. ഉത്തരേന്ത്യൻ വ്യാപാരികൾക്കൊപ്പം വിദേശ ഓർഡർ ലഭിച്ച കയറ്റുമതിക്കാരും ലേലത്തിൽ അണിചേർന്ന് വാങ്ങൽ താൽപര്യം വർദ്ധിപ്പിച്ചു. ദീപാവലി കഴിഞ്ഞതോടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിവാഹ സീസണിന് തുടക്കം കുറിച്ചത് ഏലത്തിന് ആവശ്യമുയർത്തി. ഇന്ന് നടന്ന ലേലത്തിൽ മൊത്തം 86,725 കിലോ ഏലക്ക വിൽപ്പനയ്ക്ക് വന്നതിൽ 84,888 കിലോയും വിറ്റഴിഞ്ഞു. ശരാശരി ഇനം ഏലക്ക വില കിലോ 2,464 രൂപയിലും മികച്ച ഇനങ്ങൾ കിലോ 2,698 രൂപയിലും കൈമാറി. പ്രതികൂല കാലാവസ്ഥയിൽ കാർഷിക മേഖലയിൽ വ്യാപകമായി കുരുമുളക് കൊഴിഞ്ഞു പോകുന്നതായി ചെറുകിട കർഷകർ പറയുന്നു. തുലാവർഷം പിറന്ന ശേഷം വിവിധ ഭാഗങ്ങളിൽ മഴ ശക്തമായതാണ് കുരുമുളക് കൊടികൾക്ക് തിരിച്ചടിയായത്. മഴ മാറിയാൽ മാത്രമേ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് പൂർത്തിയാക്കാനാവൂ. കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് വില കിലോ 693 രൂപയാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെളിച്ചെണ്ണയ്ക്ക് തിരിച്ചടി നേരിട്ടെങ്കിലും ഉൽപാദന കേന്ദ്രങ്ങളിൽ നിലനിന്ന പച്ചത്തേങ്ങാക്ഷാമം കൊപ്രയ്ക്ക് താങ്ങായി. കൊച്ചിയിൽ വെളിച്ചെണ്ണ കിൻഡലിന് 100 രൂപയും കങ്കയത്ത് 200 രൂപയും ഇടിഞ്ഞു. കങ്കയത്തെ വൻകിട മില്ലുകാർ കൈവശമുള്ള എണ്ണ വിറ്റുമാറാൻ തിടുക്കം കാണിച്ചു. അതേസമയം കൊപ്ര ലഭ്യത ചുരുങ്ങിയതിനാൽ വില 21,880 രൂപയിൽ സ്റ്റഡിയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സവാളയുടെ വിലയിലും കയറ്റുമതിയിലും ഇടിവ്. സെപ്റ്റംബർ മാസത്തിൽ 49.5% വിലയിടിഞ്ഞു. തുടർച്ചയായി വിലയിടിയുന്നത് കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കർഷകരെ നിരാശയിലാക്കി സവാള വിലയിടിവ് തുടരുകയാണ്. സെപ്റ്റംബറിൽ സവാളയ്ക്ക് 49.50% വിലയിടിവാണ് രേഖപ്പെടുത്തിയത്. ഉപഭോക്തൃ വില സൂചിക അടിസ്ഥാനമാക്കിയുള്ള കണക്കുകൾ പ്രകാരം 6.5 വർഷത്തിനിടെയുണ്ടായ ഏറ്റവും വലിയ ഇടിവാണിത്. ഈ സാമ്പത്തിക വർഷം ഏപ്രിൽ മാസത്തിൽ മാത്രമാണ് സവാളയുടെ വിലയിൽ നേരിയ വർധനവുണ്ടായത്. സെപ്റ്റംബർ ഡിസംബർ കാലയളവിൽ സാധാരണയായി സവാള വില വർദ്ധിക്കാറുണ്ട്. വിളവെടുപ്പിനെ മഴ ബാധിച്ചിട്ട് പോലും വില ഉയർന്നിട്ടില്ലെന്നാണ് കർഷകർ പറയുന്നത്. വൻതോതിൽ സവാള ശേഖരം വ്യാപാരികളുടെ പക്കലുള്ളതിനാലാണ് വില ഉയരാത്തതിന് ഒരു പ്രധാന കാരണം. ലോകത്ത് സവാള ഉൽപാദനത്തിൽ മുൻപന്തിയിലുള്ള ഇന്ത്യ 2023-2024 സാമ്പത്തിക വർഷം ഏകദേശം 2.5 കോടി ടൺ സവാളയാണ് ഉൽപ്പാദിപ്പിച്ചത്. പ്രതിവർഷം 20 ലക്ഷം ടണ്ണോളം സവാള കയറ്റുമതിയും ചെയ്യാറുണ്ട്. ഇതിൽ 40% വരെ അയൽ രാജ്യമായ ബംഗ്ലാദേശിലേക്കായിരുന്നു. എന്നാൽ സവാള കയറ്റുമതിയിൽ ഇന്ത്യ കഴിഞ്ഞ വർഷങ്ങളായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ മൂലം ബംഗ്ലാദേശിലെ വിപണി നഷ്ടമാവുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പാൽ സംഭരണത്തിലും വിൽപ്പനയിലും മികച്ച നേട്ടം കൈവരിച്ച് മിൽമ. 12,15,289 ലിറ്റർ പാലാണ് മിൽമ പ്രതിദിനം സംഭരിക്കുന്നത്. നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യ 6 മാസം മികച്ച നേട്ടമാണ് മിൽമയ്ക്കുണ്ടായത്. പ്രതിദിനം 12,15,289 ലിറ്റർ പാൽ സംഭരിച്ചു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 10,66,340 ലിറ്ററായിരുന്നു സംഭരണം. ഏറ്റവും കൂടുതൽ പാൽ സംഭരിച്ചത് മലബാർ മേഖലാ യൂണിയനാണ്. പാൽ വിൽപ്പനയിലും മിൽമ മികവ് പുലർത്തി. മലബാർ, എറണാകുളം, തിരുവനന്തപുരം മേഖലാ യൂണിയനുകൾ ചേർന്ന് പ്രതിദിനം 16,83,781 ലിറ്റർ പാലാണ് 6 മാസ കാലയളവിൽ വിറ്റത്. കഴിഞ്ഞ വർഷം ഇത് 16,50,296 ലിറ്ററായിരുന്നു. അതേസമയം കാലിത്തീറ്റ ചാക്കിന് മിൽമ നൽകിവരുന്ന 100 രൂപ സബ്സിഡി ഡിസംബർ വരെ തുടരും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തേയിലയും കാപ്പിയും ഉൾപ്പെടെ സംസ്ഥാനത്ത് നിർമ്മിക്കുന്ന 10 ഉൽപ്പന്നങ്ങൾ മെയ്ഡ് ഇൻ കേരള ബ്രാൻഡിൽ വിപണിയിലെത്തും. സംസ്ഥാന താലൂക്ക് സമിതികളുടെ പരിശോധനകൾക്ക് ശേഷമാണ് കേരള ബ്രാൻഡിന് അനുമതി നൽകുന്നത്. 10 പുതിയ ഉൽപ്പന്നങ്ങളെ കൂടി കേരള ബ്രാൻഡ് പരിധിയിൽ ഉൾപ്പെടുത്തുന്നതിന് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകി. ഭക്ഷ്യേതര മേഖലകളിൽ നിന്നുള്ളതാണ് ഈ പുതിയ 10 ഉൽപ്പന്നങ്ങൾ. നിലവിൽ വെളിച്ചെണ്ണ നിർമ്മാണ യൂണിറ്റുകൾക്കായി നടപ്പിലാക്കി വിജയിച്ച പൈലറ്റ് പദ്ധതിയുടെ തുടർച്ചയായാണ് ഈ നീക്കം. സർക്കാർ നിശ്ചയിക്കുന്ന നിലവാരവും നിബന്ധനകളും പാലിക്കുന്ന നിർമ്മാണ യൂണിറ്റുകളുടെ ഉൽപ്പന്നങ്ങൾ മെയ്ഡ് ഇൻ കേരള ലേബലോടെ ആഗോള വിപണിയിലെത്തിക്കും. താലൂക്ക്, സംസ്ഥാനതല സമിതികളുടെ പരിശോധനകൾക്ക് ശേഷമാണ് കേരള ബ്രാൻഡ് അനുവദിക്കുന്നത്. 2 വർഷത്തേക്കാണ് അനുമതി. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തേയില 30% വരെ കൂട്ടിച്ചേർത്താലും തേയില ബ്ലെൻഡിംഗ് യൂണിറ്റുകൾക്ക് കേരള ബ്രാൻഡ് അനുവദിക്കും. എന്നാൽ ഇത് വൻകിടക്കാരെ സഹായിക്കാനാണെന്ന് കർഷകർ ആക്ഷേപിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാണാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. RSS 4 188, RSS 5 184, ലാറ്റക്സ് 127, ജാതിക്ക 330, ജാതിപത്രി 2100, ഗ്രാമ്പു 900, അടയ്ക്ക 280, കാപ്പിക്കുരു 220, കൊക്കോ പരിപ്പ് 380, കുരുമുളക് ഗാർബിൾ 69,500,
കുരുമുളക് അൺഗാർബിൾഡ് 67,500. ഏലക്ക 2,350 മുതൽ 2,450 വരെ. വെളിച്ചെണ്ണ 36,400. കൊപ്ര 23,100. ചുക്ക് 24,000.